നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു പുതിയ യൂണിറ്റ് പരിചയപ്പെട്ടു അല്ലെ? കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്നുള്ള യൂണിറ്റും അതിലെ പ്രവേശക പ്രവർത്തനമായ അതിജീവനം എന്ന കവിതയും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അതേ യൂണിറ്റിലെ, അതായത് കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്കാണ് കടന്നു ചെല്ലേണ്ടത്. ആ ഒന്നാമത്തെ പാഠഭാഗം ഒരു കഥയാണ്. നമ്മളെല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കഥ. രണ്ട് മത്സ്യങ്ങൾ എന്നാണ് ആ കഥയുടെ പേര്. ശ്രീ അംബികാസുധൻ മാങ്ങാട് ആണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. വരും തലമുറയുടെ നിലനിൽപ്പിനു നേരെ ഉയരുന്ന ഭീഷണികൾ മറികടക്കുന്നതിനായി പുതിയ യാത്രകൾ നടത്തുന്ന മീനുകളുടെ കഥയാണ് രണ്ട് മത്സ്യങ്ങൾ എന്ന കഥ. ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ നമുക്ക് ആ കഥ എഴുതിയ കഥാകാരനെ ഒന്ന് പരിചയപ്പെടാം. ശ്രീ അംബികാസുധൻ മാങ്ങാട് 1962 കാസർഗോഡ് ജില്ലയിലെ ബാര ഗ്രാമത്തിൽ ജനിച്ചു. അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. ധാരാളം കൃതികൾ എഴുതി മലയാള സാഹിത്യ ലോകത്ത്, ചെറുകഥാ സാഹിത്യ ലോകത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച ഒരു സാഹിത്യകാരനാണ്, ഒരു ചെറുകഥാകൃത്താണ് ശ്രീ അംബികാസുധൻ മാങ്ങാട്. ഈ ഒരു പേര്, അംബികാസുധൻ മാങ്ങാട് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാ വായനക്കാരുടെയും മനസ്സിലെത്തുന്ന ഒരു കഥയുണ്ട്. കാസർഗോഡിലെ എൻഡോസൾഫാൻ ദുരന്തത്തെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ ഒരു നോവൽ, എൻ മഗജ് എന്ന നോവൽ. ഈ നോവൽ വായിക്കാത്ത മലയാളികളില്ല. ധാരാളം ചർച്ചയ്ക്കും അതേപോലെ തന്നെ ഇപ്പോഴും വായനക്കാരുള്ള ഒരു കൃതി തന്നെയാണ്, ഇപ്പോഴും വായിച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൃതി തന്നെയാണ് അദ്ദേഹത്തിന്റെ എൻ മഗജ് എന്ന നോവൽ. കമ്പോള സംസ്കാരം, അതായത് ഉപഭോഗ സംസ്കാരം വലയ്ക്കുന്ന ഇടത്തരക്കാരന്റെ ദുഃഖം അനുഭവമാക്കി തരുന്ന ധാരാളം കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇരുളിൽ ആഴ്ന്നു പോകുന്ന മനുഷ്യകാരുണ്യം വീണ്ടെടുക്കാനുള്ള ഒരു ആഗ്രഹവും അംബികാസുധൻ മാങ്ങാടിന്റെ കഥകൾക്ക് ഉണ്ട്. വാലില്ല കിണ്ടി, സാധാരണ വേഷങ്ങൾ, ഒതേനന്റെ വാൾ, പൊള്ളിയ ഒരു വിരൽ, രാത്രി മുതൽ രാത്രി വരെ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങൾ. ഇടത്തരക്കാരന്റെ ജീവിത സംഘർഷങ്ങളും സാമൂഹിക വൈരുദ്ധ്യങ്ങളും തുറന്നു കാണിക്കുന്ന കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാരൂർ ചെറുകഥാ പുരസ്കാരം, തുഞ്ചൻ സ്മാരക അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മനുഷ്യരും പരിസ്ഥിതിയും മറ്റു ജീവജാലങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളെ കഥകളിൽ അവതരിപ്പിച്ച ഒരു കഥാകൃത്താണ് അംബികാസുധൻ മാങ്ങാട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? എൻ മഗജ് എന്ന നോവലിലൂടെ എൻഡോസൾഫാൻ ദുരന്തം ഹൃദയസ്പർശിയായ രീതിയിൽ ആവിഷ്കരിച്ച ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരു കഥയാണ് രണ്ടു മത്സ്യങ്ങൾ എന്ന നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു കഥ. രണ്ടു മത്സ്യങ്ങളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്നതിലൂടെ ഇന്ന് ലോകം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്കും മനുഷ്യരുടെ അത്യാഗ്രഹങ്ങളിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ കഥയിലൂടെ. നമ്മുടെ ചുറ്റുപാടുകളിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മൾ പറയാറില്ലേ, മാറ്റങ്ങൾ എല്ലായിടത്തും ആവശ്യമാണ്, പരിഷ്കാരം തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ നമ്മുടെ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിഷ്കാരങ്ങൾക്കും നിലനിൽപ്പുണ്ടാകുന്നില്ല എന്ന് വിഡ്ഢികളായ നമ്മൾ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞ് പല രീതിയിൽ നമ്മൾ ഭൂമിയെ വേദനിപ്പിക്കുമ്പോഴും പ്രകൃതിയെ വേദനിപ്പിക്കുമ്പോഴും അല്ലെ, പല രീതിയിലാണ്. കുന്നുകളെല്ലാം ഇടിച്ചു താഴ്ത്തുന്നു, പുഴകളെല്ലാം വറ്റിപ്പോകുന്നു, കുളങ്ങളെല്ലാം തന്നെ മണ്ണിട്ട് മൂടുന്നു. ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഇന്ന് പ്രകൃതിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉപദ്രവം എല്ലാം തന്നെ നമ്മൾ എപ്രകാരമാണോ പ്രകൃതിയെ ഉപദ്രവിക്കുന്നത് അതിന്റെ ഇരട്ടിയാകുന്ന തോതിൽ പ്രകൃതി നമ്മളോടും തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യും എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തിയാൽ മാത്രമേ നമുക്ക് പ്രകൃതിയിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുകയുള്ളൂ. പ്രകൃതിയോട് എത്രമാത്രം ക്രൂരമായി പെരുമാറുന്നുവോ അതേപോലെ തന്നെ പ്രകൃതിയും തിരിച്ചടിക്കും എന്ന് മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും മനുഷ്യരുടെ അത്യാഗ്രഹങ്ങളും സ്വാർത്ഥതയും പിന്നെയും എന്തു ചെയ്യുന്നു? ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി, ഭൂമിയുടെ ഹൃദയങ്ങളിലേക്കിറങ്ങി ഭൂമിയെ മുഴുവൻ തന്നെ ഇല്ലാതാക്കുന്ന, പ്രകൃതിയുടെ പച്ചപ്പിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന അവസ്ഥകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കിട്ടിയാലും പഠിക്കാത്തത് നമ്മൾ മനുഷ്യർ മാത്രമാണ്. എത്ര ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയായി കഴിഞ്ഞു.
എന്നിട്ടും എന്ത് ചെയ്യുന്നു? കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം മറന്നു വീണ്ടും നമ്മൾ സ്വാർത്ഥരായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ നമുക്ക് മാത്രമല്ല, ഈ മനുഷ്യർക്കു മാത്രമല്ല, ഭൂമിയിൽ ജീവിക്കാൻ സകല ചരാചരങ്ങൾക്കും അവകാശമുണ്ട് എന്ന സത്യമാണ് നമ്മൾ പലപ്പോഴും മനഃപൂർവ്വം മറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്നൊരു കഥയെ പറ്റി. അദ്ദേഹം ആ കഥയിൽ പറഞ്ഞ എന്താ? സകല പാറ്റയ്ക്കും പഴുതാരക്കും തേളിനും ഉറുമ്പിനും എല്ലാവർക്കും തന്നെ ഈ ഭൂമിയുടെ മേലെ അവകാശമുണ്ട്. അവരും ഭൂമിയുടെ അവകാശികളാണ്. നമ്മളെ പോലെ തന്നെ, മനുഷ്യരെ പോലെ തന്നെ അവർക്കും, ഈ ചെറുജീവികൾക്കും ഈ ചെറുപ്രാണികൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ചെറുതിനെയും കൂടി നമ്മളോടൊപ്പം കൂട്ടി നമുക്ക് എന്താ പറയേണ്ടത്, നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ അതിജീവനത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്ന 2 മത്സ്യങ്ങളുടെ, അഴകൻ, പൂവാലി, ഇതാണ് ആ മത്സ്യങ്ങളുടെ പേര്. അതിൽ ആ പെൺമത്സ്യത്തിന് മുട്ടയിടാനുള്ള സമയമായി കഴിഞ്ഞു. അതിനുവേണ്ടി ശുദ്ധമായ ജലം വേണം. ആ ശുദ്ധജലം തേടി യാത്രയാവുകയാണ് ഈ ആൺമത്സ്യവും പെൺമത്സ്യവും, അതായത് അഴകനും പൂവാലിയും. കുറച്ച് വലിയൊരു കഥയാണിത്. നമുക്കിന്ന് ആ കഥയുടെ പകുതി ഭാഗത്തിന്റെ ആശയം എന്താണെന്ന് നോക്കാം. വായിക്കുന്നത് നമുക്ക് ക്ലാസ്സിൽ വായിക്കാം, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വായിക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ആ കഥയുടെ പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് നോക്കിയിട്ട് ലൈവ് ക്ലാസ്സിൽ വിശദീകരിച്ച് നമുക്ക് വായിക്കാം. നമുക്ക് കഥയിലൂടെ ചുരുക്കത്തിലേക്ക്. കവായിക്കായലിലെ 2 മത്സ്യങ്ങളാണ് അഴകനും പൂവാലിയും. അതിൽ പൂവാലിക്ക് മുട്ടയിടാനുള്ള സമയമായി. ആ മുട്ടയിടാൻ വേണ്ടി ശുദ്ധമായ ജലത്തിലേക്ക് തന്റെ ഭാര്യയെ, അതായത് അഴകന്റെ പെണ്ണിനെ, പൂവാലിയെ എത്തിക്കണം. അതിനുവേണ്ടിയാണ് അഴകൻ ശ്രമിക്കുന്നത്. അപ്പോ ആ കഥയുടെ തുടക്കം തന്നെ ഒരു മണ്ണിരയുടെ നേർക്ക് ആർത്തിയോടെ കുതിക്കാനൊരുങ്ങിയ പൂവാലിയെ അഴകൻ തടയുന്നു. അത് പൂവാലി ഒന്നും അറിയാതെ തന്നെ ആ മണ്ണിരയുടെ ഇര കിട്ടിയ സന്തോഷത്തിലാണ് മണ്ണിരയുടെ നേർക്ക് ചാടുന്നത്. അപ്പോൾ അഴകൻ അവളെ ശാസിക്കുന്നു. അത് മണ്ണിരയെ തുളഞ്ഞു പുറത്തേക്കുന്തി നിന്ന ചൂണ്ടക്കുളത്തിന്റെ മൂർച്ച തിളക്കം പിന്നീടാ പൂവാലി കണ്ടത്. അവൾ വിറച്ചുപോയി. എന്നിട്ട് അഴകൻ പറയുകയാണ്, നമ്മൾക്ക് മീനുകൾക്ക് 4 ചുറ്റിലും കണ്ണുവേണം, അതുകൊണ്ട് ശ്രദ്ധയോടെ വേണം നീ ഇരിക്കാൻ വേണ്ടിയിട്ട് അഴകൻ പൂവാലിയെ ശാസിക്കുന്നു. അങ്ങനെ അവരിങ്ങനെ പരസ്പരം സംസാരിക്കുന്നു. വളരെ കുറേയധികം കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുക ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് നമ്മൾ പുറപ്പെടുന്നത് എന്ന് ഈ പൂവാലി അഴകനോട് ചോദിക്കാൻ വളരെ താല്പര്യത്തോടെ അഴകനോട് ചോദിക്കുന്നു. അപ്പൊ അഴകൻ മറുപടി പറയുന്നത് മഴ പെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പുറപ്പെടാൻ പറ്റുള്ളൂ. ആ വെള്ളത്തിലൂടെ വേണം നമുക്ക് യാത്ര തിരിക്കാൻ. അങ്ങനെ ശൂലാപ്പുകാവിൽ എത്താൻ വേണ്ടിയിട്ട് നിന്റെ കൂട്ടുകാരൊക്കെ അവിടെയാണ് മുട്ടയിടുന്നത്. ശുദ്ധമായ ജലത്തിൽ മാത്രമേ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ സാധിക്കൂ. ഈ കായലിലെ ഉപ്പുവെള്ളത്തിൽ മുട്ടയിട്ടാൽ അതെല്ലാം തന്നെ ചീഞ്ഞു നശിച്ചു പോകും. അതുകൊണ്ടാണ് അവർ ശൂലാപ്പുകാവിലേക്ക് പോകുന്നത്. അങ്ങനെ പൂവാലിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അഴകൻ. എന്നിട്ട് അഴകൻ പറയുകയാണ്, നീ ഒന്ന് പ്രാർത്ഥിക്ക്, മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്ക് എന്ന് അഴകൻ പൂവാലിയോട് പറയുന്നു. അപ്പൊ പൂവാലി പറയുന്നു, എനിക്ക് വേണ്ടി മാത്രമല്ല സകല ചരാചരങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം മഴ എന്ന് പൂവാലി പറയുന്നു. നോക്കിയാട്ടെ, അവിടെ ഈ വെറും നിസ്സാരനെന്ന് തോന്നിക്കുന്ന ഈ മത്സ്യങ്ങൾ ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. നമ്മൾ മനുഷ്യര് പിന്നെയും പിന്നെയും സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കഥാകാരൻ ഇവിടെ ചിത്രീകരിക്കുന്നത്. അങ്ങനെ പൂവാലി പ്രാർത്ഥിക്കുന്നു. അപ്പൊ പൂവാലി എന്നിട്ട് അഴകനോട് പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, പെട്ടെന്ന് തന്നെ മഴ പെയ്യിക്കാമെന്ന് ആകാശദേവനും ശൂലാപ്പ് ദേവിയും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പൂവാലി പറയുന്നത്. അങ്ങനെ അപ്പോ ഈ മഴ പെയ്യാൻ വേണ്ടി ആകാശം ഇരുണ്ടു മൂടി കെട്ടിവരുന്നു. ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ ഈ ആകാശത്തിന് എന്നൊക്കെ അവർ പരസ്പരം പറയുന്നത്. അപ്പൊ ആകാശത്തിന്റെ കണ്ണുനീരാണ് മഴ എന്നൊക്കെ പൂവാലനും അഴകിയും അങ്ങനെ പരസ്പരം പറഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നു. ഇങ്ങനെ മഴ പെയ്താൽ പുലർച്ചെ പുറപ്പെടണമെന്ന് അഴകൻ പൂവാലിയോട് ചട്ടം കിട്ടി. അപ്പോ അഴകൻ വീണ്ടും ഒരു കാര്യം പറഞ്ഞു, പോകുമ്പോൾ വളരെ കരുതലോടെ ശ്രദ്ധയോടെ വേണം കുന്നുകളൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ശത്രുക്കളായ മനുഷ്യർ നമുക്ക് വേണ്ടി അവിടെയൊക്കെ തന്നെ വലയും പിരിച്ച് കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് 2 കണ്ണും മാത്രം പോരാ, നമ്മുടെ ഉൾക്കണ്ണും തുറന്ന് വളരെ കരുതലോട് കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ എന്നൊക്കെയാണ് അഴകൻ പൂവാലിയെ ഉപദേശിക്കുന്നത്. അതും കൂടാതെ മണ്ണൻ മുതലകളും നീർനായകളും ഒക്കെ തന്നെ ഈ മത്സ്യങ്ങളെയും കാത്തിരിപ്പുണ്ടാവും. നിങ്ങൾ നോക്കിയാട്ടെ, ഈ മത്സ്യത്തിന്റെ കാര്യം പറഞ്ഞ് അവരുടെ ഒപ്പം കൂടി അഴകനും പൂവാലിയും ഇപ്പൊ തന്നെ മത്സ്യങ്ങളല്ല, നമ്മളെ പോലെയുള്ള മനുഷ്യരാണെന്നൊരു ചിന്തയിലേക്ക് തന്നെയാണ് കഥാകാരൻ. അത്രമാത്രം കഥാപാത്ര സൃഷ്ടി അത്രമാത്രം മികച്ചതാണ് ഇദ്ദേഹത്തിന്റെ. അംബികാസുധൻ മാങ്ങാട് എന്ന എഴുത്തുകാരൻ 2 മത്സ്യങ്ങൾ എന്ന കഥയിലൂടെ അദ്ദേഹം നടത്തുന്ന കഥാപാത്ര സൃഷ്ടി അത് എത്രമാത്രം മികച്ചതാണെന്ന് നമ്മൾ ഈ വായനയിലൂടെ മനസ്സിലാക്കണം.
അതിനുശേഷം എന്താ അവരെന്ത് പറഞ്ഞു, അപ്പൊ മണ്ണൻ മുതലകളും നീർനായകളും ഒക്കെ ഉണ്ടാവും. അഴകൻ പറയുന്നത് എന്താ, അവരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, അവരെ എങ്ങനെയെങ്കിലും നമുക്ക് കടന്നു മുന്നോട്ടേക്ക് പോവാം. പക്ഷെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് മനുഷ്യരെയാണ്. മൂർച്ചയേറിയ ആയുധങ്ങളുമേന്തി അവർ വഴിയിൽ കാത്തിരിക്കുന്നുണ്ടാവും. അവർക്ക് നമ്മൾ ഈ പെണ്ണ് പ്രസവിക്കാറായ പെണ്ണാണെന്നോ അല്ലെ മുട്ടയിടാൻ പോകുന്ന മത്സ്യമാണെന്നോ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു വരുന്ന അമ്മമാരാണെന്നോ എന്നൊന്നും ചിന്ത അവർക്കില്ല. കയ്യിലുള്ള ആയുധവുമേന്തി നമ്മുടെ നേർക്ക് ചാടി വീഴുന്നു, ഇരകളുടെ നേർക്ക് ചാടി വീഴുന്നവരാണ് മനുഷ്യർ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടെ വേണം മുന്നോട്ടേക്ക് പോകാനെന്നാണ് അഴകൻ പൂവാലിയെ ഉപദേശിക്കുന്നത്. ഇങ്ങനെ പിന്നെന്താ, നമ്മുടെ മരണശേഷവും നമുക്ക് ഈ കായലിൽ തന്നെ ജീവിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ അവരുടെ കുഞ്ഞുങ്ങളിലൂടെ എന്ന് പൂവാലി പറഞ്ഞപ്പോൾ അഴകൻ പറയുന്നു, ജീവിതത്തിന്റെ നൈരന്തര്യത്തെ തലമുറകൾ തലമുറകളായി ജീവിതത്തിന്റെ നിരന്തരമായ മുന്നോട്ടേക്കുള്ള പോക്കിനെ പറ്റി നീ എന്നെ ഓർമ്മിപ്പിച്ചല്ലോ. തലമുറകളിലൂടെ നമ്മൾ എപ്പോഴും തന്നെ ഇവിടെ ജീവിക്കണം എന്നൊരു ഒരു ജീവിത സത്യത്തെയാണല്ലോ നീ എന്നെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് വളരെ നന്ദിയുണ്ട് പൂവാലി എന്നൊക്കെ അഴകൻ പറയുന്നു. അങ്ങനെ അന്ന് രാത്രി തന്നെ മഴ പെയ്തു. അവർ വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ അവർ പാറക്കെട്ടുകൾക്കിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞു പാറക്കെട്ടുകളൊക്കെ ചാടി കടന്ന് അവർ ശൂലാപ്പ് കാവിലേക്ക് പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴിയിലാണത്രേ മനുഷ്യർ ഓടി വരുന്നത് കണ്ടത്. അവർ ആകെ തന്നെ പേടിച്ച് അഴകനും പൂവാലിയും ഒരു പാറയിടുക്കിലേക്ക് ഒളിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അപ്പോ മനുഷ്യ ശബ്ദങ്ങൾ, അതാ അതിനെ വിടരുത്, പിടിക്കതിനെ, കുത്തിക്കൊല്ലതിനെ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആക്രാന്തങ്ങൾ അവരെ ഏറെ തന്നെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ആ ഭയപ്പാടുകളെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് തന്റെ പെണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് പൂവാലിയെ സംരക്ഷിച്ചുകൊണ്ട് അഴകൻ മുന്നോട്ടേക്ക് പോകുന്നു. എന്നിട്ട് എന്താ അഴകൻ പറയുന്നത് എന്താണെന്നറിയാവോ, ഞാനിനി പോയാലും വേണ്ടില്ല, ഞാൻ ചത്തുപോയാലും വേണ്ടില്ല, നീ ജീവിക്കണം, അടുത്ത ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാനുള്ളവളാണ് നീ, അതുകൊണ്ട് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ എന്നാണ് അഴകൻ പറയുന്നത്. അപ്പൊ പൂവാലി പറയുന്നത് എന്താ, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ പരസ്പരം അത്രയും സ്നേഹിച്ച് ജീവിക്കുന്ന രണ്ട് ദമ്പതികളാണ്, അല്ലെ, രണ്ട് മത്സ്യങ്ങളാണ് അഴകനും പൂവാലിയും. അങ്ങനെ അവരെല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയെല്ലാം തന്നെ തരണം ചെയ്ത് ശൂലാപ്പ് കാവിലേക്ക് ശുദ്ധജലം ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ് അവർ. നമുക്ക് കഥയുടെ ഇത്രയും ഭാഗം ഇവിടെ പറഞ്ഞു നിർത്താം. ബാക്കിയുള്ള ഭാഗങ്ങള് നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ ഭാഗങ്ങളുടെ വിശദീകരണം എല്ലാം തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ നടത്താവുന്നതാണ്. കഥ മുഴുവനായിട്ടും വായിച്ചു നോക്കുക. കഥ ഇങ്ങനെ പകുതി അല്ല നമുക്ക് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വീഡിയോ ഒക്കെ തന്നെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഥയെ മുറിക്കാം. എന്നിട്ട് അത് കൂടാതെ നിങ്ങൾ കഥ മുഴുവനായി വായിക്കുക. ബാക്കിയുള്ള വിശദീകരണം നമുക്ക് ലൈവ് ക്ലാസ്സിൽ തരാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, വളരെ മനോഹരമായിട്ടുള്ള വളരെ ആകർഷകമായ ഒരു കഥയാണ്. കഥ മുഴുവനായും വായിക്കണം. നന്ദി.